ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ശ്രീതിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പം നമ്മളെല്ലാവരും കൂടെ സർപ്രൈസായിട്ട് അങ്ങോട്ട് പോകാനാണ് പ്ലാൻ. ശ്രീതിന് അറിയാമോ അറിഞ്ഞില്ലെന്ന് അറിഞ്ഞൂടാ, പക്ഷെ എന്തായാലും പോകാം. അപ്പം അവിടെ തന്നെ വീട്ടിൽ നിന്നാണെങ്കിൽ അപ്പം അങ്ങ് പോകാം. ഓക്കെ. അങ്ങനെ വീട്ടിൽ നിന്ന് നേരെ ഇറങ്ങി ബസ്സിൽ കയറി നേരെ ഈസ്റ്റോട്ട് വന്നു. ഇവിടുന്ന് നേരെ അടുത്ത ബസ് കയറിയാണ് ശ്രീധുവിൻ്റെ അങ്ങോട്ട് പോകാൻ. ഇതിന് മുമ്പായിട്ട് നമുക്ക് കേക്ക് വാങ്ങിക്കണമല്ലോ. അങ്ങനെ ഞാനും അഖില ചേച്ചിയും കൂടെ നേരെ ബേക്കറിയിൽ പോയി കേക്കെല്ലാം വാങ്ങി ശ്രീധുവിൻ്റെ അങ്ങോട്ട് പോകാൻ വേണ്ടി പിന്നെ ബസ്സിലും ഞാനും അഖില ചേച്ചി ഒരു ബസ്സിൽ കയറി. അവിടെ നിന്ന് കണക്ട് ചെയ്ത് ശിവയും ആ ചേച്ചിയും ബസ്സിൽ കയറി. ലാസ്റ്റ് പിന്നെ സീറ്റൊക്കെ കിട്ടിയപ്പോൾ അവർ മൂന്നുപേരും കൂടെ ഒരുമിച്ചുമായി. പിന്നെ ഞാനും കാറ്റും കൊണ്ട് സൈഡ് സീറ്റും ആസ്വദിച്ച് അങ്ങനെ ഇരുന്നു. സത്യം പറഞ്ഞാൽ നമുക്ക് ശ്രീധുവിൻ്റെ വീടിൻ്റെ അങ്ങോട്ട് പോകേണ്ട വഴിയൊന്നും അറിഞ്ഞുകൂടാ. എല്ലാം സെറ്റാക്കി തന്നത് വിനു ഏട്ടനാണ്. വിനു ഏട്ടൻ എന്ന് പറയുമ്പോൾ ശ്രീധുവിൻ്റെ ഹസ്ബൻഡാണ്. ചേട്ടൻ്റെ സപ്പോർട്ട് ഇല്ലായിരുന്നെങ്കിൽ നമ്മളിങ്ങനെ പോകാനേ പറ്റൂല. ലാസ്റ്റ് ശ്രീധുവിൻ്റെ വീട് കണ്ടുപിടിച്ച് ശ്രീധുവിൻ്റെ വീടിൻ്റെ അവിടെ എത്തി. ഒരു വലിയ ഗേറ്റും കതവ് തുറക്കാനും പറ്റാതെ വന്നപ്പോഴത്തേക്കും നമ്മൾ അവിടെ നിന്ന് ഏതോ ഒരു മടലും എടുത്ത് കതവ് എങ്ങനെയോ തുറന്നു. അങ്ങനെ ഉള്ളിൽ കയറി. ശ്രീധുവിനെല്ലാം മനസ്സിലായി നമ്മൾ ഏത് വഴിയാണ് വന്നതെന്ന്. ചേട്ടനെ വിളിച്ച് വന്നതാണെന്ന് മനസ്സിലായി. അപ്പോൾ ഗൈസ്, ഇതാണ് ശ്രീധുവിൻ്റെ കൊച്ച് ശിവ. ബാക്കിലിരുന്ന് കൈ കാണിച്ചത് വലിയ ശിവ. സത്യം പറഞ്ഞ വിനുവേട്ടന് സപ്പോർട്ട് ഇല്ലായിരുന്നു ഇവിടെ വരാനേ പറ്റൂല. പിന്നെ ഒരു ക്ലൂവും കൊടുക്കാതെ ശിവേനെയും ശ്രീധുവിനെയും ഇവിടെ നിർത്തി. അപ്പോൾ ഗൈസ്, ഇതാണ് വിനുവേട്ടൻ. പിന്നെ ശ്രീധുവിൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും വിനുവേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരെയും കൂടെ നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ ഗൈസ്, ഇതാണ് ശ്രീധുവിൻ്റെ അച്ഛനും അമ്മയും. പിന്നെ കല്യാണ വീഡിയോ ഒക്കെ കണ്ട് അടുത്തത് ശ്രീധുവിൻ്റെ അനിയത്തിയുടെ ഹൽദി വീഡിയോ ഒക്കെ ആയി. പിന്നെ വീഡിയോ എല്ലാം കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും വേറെ രണ്ടാൾക്കാരെത്തി. അവർക്ക് വഴി തെറ്റിപ്പോയി കുറേ അവർ കിടന്ന് കറങ്ങിയിട്ടാണ് വന്നത്. അവരാരാന്നറിയണ്ടേ? ഇത് അഖിൽ ചേട്ടൻ. ആ ബാക്കിൽ നിന്ന് എത്തി നോക്കണത് അലീന ചേച്ചി. കണ്ടാ ചിരിച്ചോണ്ട് വരണത്. അവർ കുറച്ച് വഴിയൊക്കെ കറങ്ങി തെറ്റിച്ചിട്ടാണ് വന്നത്. അപ്പോൾ ഗൈസ്, അവർക്ക് വേണ്ടിയിട്ടായിരുന്നു വെയിറ്റിംഗ് കേക്ക് മുറിക്കാൻ. ഹാപ്പി ബർത്ത്ഡേ പിന്നെ ഗൈസ്, നമ്മൾ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ പുറത്തോട്ടൊരു കറക്കത്തിന് പോകാനായിരുന്നു പ്ലാൻ. അതിന് ശിവേനെ ഒരുക്കണതാണ്. അതിനെല്ലാം ആശേച്ചിയെ പഠിപ്പിച്ചു കൊടുക്കണം. പിന്നെ എല്ലാ കറക്കവും കഴിഞ്ഞ് നേരെ ബസ്സിൽ കയറി ഇനി വീട്ടിലോട്ട്. അപ്പോൾ ഗൈസ്, ഞാൻ കറങ്ങാൻ പോയ വീഡിയോ ലോങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അത് ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഗൈസ്, നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.